ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ അധികം ചേരുവകളൊന്നുമില്ല 3 ചേരുവ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് എന്നിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലോട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ലവണ്ണം ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കുത്ത് പോകുന്നത് വരെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അധികം ചേരുവകളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. രാവിലെ സമയക്കുറവുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഒന്നും വേണ്ട, 2-3 ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ കുഞ്ഞു സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള എല്ലാവരും വീട്ടിൽ കാണുമല്ലോ, അതുപോലെ എളുപ്പത്തിൽ എല്ലാവരും വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുത്തത്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി തന്നെ ഇതിൻ്റെ രുചി നിങ്ങൾ അറിയണം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളിയും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുളകിലോട്ട് ഇതൊന്ന് സോട്ടായ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലോ ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇപ്പോൾ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇതൊന്നും ചേർക്കാത്തത്. ഇതൊന്ന് സോട്ടാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 2 എണ്ണമാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ അനുസരിച്ചിട്ടുള്ള പൗഡർ എടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പൊടിയിൽ ഉണ്ടാക്കാം. മൈദയിലാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന് താഴെ പഞ്ചസാര. ഇത് നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒരു ചപ്പാത്തിയുടെ ഡോ ആക്കി മാറ്റാം. അതിന് മുന്നായിട്ട് 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. നൈസായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പോർഷനാക്കി മാറ്റണം. ഞാൻ പറഞ്ഞത് 2 എണ്ണമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 2 എണ്ണം ആക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പൊടി എടുത്തിട്ട് 4 എണ്ണം വരെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കണം. ഇതേപോലെ പൊടിയിട്ടിട്ടോ പൊടിയിടാതെയോ നമുക്ക് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ആദ്യം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല റൗണ്ടിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് 2 പോർഷനാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ അറ്റത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. ഇതേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മടക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ സംഭവം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനൊന്ന് ഈ സൈഡിലൊന്ന് ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ പ്രസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഹാഫ് മൂൺ പോലെ മടക്കിയെടുത്തതിന് ശേഷം ഈ 2 അറ്റത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതേപോലെ കിട്ടണം നമുക്ക്. ഇനി മറ്റുള്ളതും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വരാം. ഞാൻ 2 എണ്ണം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു പാനിലോട്ട് അല്പം ഓയിൽ, അതായത് 1 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലിലുണ്ട്. പിന്നെ അത് പോരാത്തതിന് നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്, നിങ്ങളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോഴത്തേക്കും കണ്ടല്ലോ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വരും. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, റസിയ വേങ്ങര. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് 2 വശവും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കിതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2-3 കമൻറ്റ് വരാറുണ്ട്. ക്ലാര റെസിപ്പി, ഫാത്തിമ കിച്ചൺ, ഹസി ഉബൈദ്, ഇവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എപ്പോഴും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക്. പിന്നെ നമുക്ക് ഇത് കണ്ടല്ലോ, ഇതേപോലെ തന്നെ ആ സൈഡും ഒന്ന് പൊരിയുമ്പോൾ നമുക്ക് കണ്ടല്ലോ ഞാൻ അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഉള്ളിയും തക്കാളിയും വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊളിച്ച് കാണിക്കാത്തത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്.